Hi friends, welcome to my channel. Some students requested me to upload one video which will cover the entire portions of history of English literature first term. I will try my level best. Yesterday we discussed Anglo-Saxon literature and next one is Norman Conquest. And Norman Conquest is a landmark in the history of English literature and which occurred in 1066. Okay. അപ്പോൾ നോർമൻ കോൺക്വസ്റ്റിലെ മെയിനായിട്ട് വരുന്നത് നോർമൻസ് ജർമാനിക് ട്രൈബ്സ് ആണ്. സ്കാൻഡിനേവിയയിലെയും ഡെൻമാർക്കിലെ ജർമാനിക് ട്രൈബ്സ് ആണ് നോർമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർമൻസ് ഹോൾ യൂറോപ്പിനെ ടെററൈസ് ചെയ്യുന്ന പീപ്പിളാണ്. ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഫ്രാൻസിലെ കിങ് ആയിരുന്നു ചാൾസ് ദ സിമ്പിൾ. ചാൾസ് ദ സിമ്പിൾ എന്ത് ചെയ്യുക, ഇവർ ഇൻ ഓർഡർ ടു മേക്ക് പീസ് വിത്ത് ദ നോർമൻസ് ഹീ സെറ്റിൽഡ് ദം ഇൻ ടു ദി നോർത്ത് ഓഫ് ഫ്രാൻസ്. നോർത്ത് ഓഫ് ഫ്രാൻസിൽ അവരെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നു. ആ ഒരു ടെറിട്ടറിയാണ് നോർമൻഡി എന്നും പിന്നെ ഈ പീപ്പിൾ നോർമൻസ് എന്നുള്ള ടൈറ്റിലേക്ക് മാറുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഈ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്ന ഈവൻറ്റ് ഒക്കെ ചെയ്യാനുള്ള മെയിൻ റീസൺ ഈ വില്യം ഡ്യൂക്ക്, നോർമൻഡിയിലെ ഡ്യൂക്ക് എന്ന് പറയുന്നത് വില്യമാണ്. ഈ നോർമൻസ് അവിടെ സെറ്റിൽ ചെയ്തതിന് ശേഷം ഫ്രാൻസിൻ്റെ കസ്റ്റം ലാംഗ്വേജ് ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഫ്രാൻസിൻ്റെ ലാംഗ്വേജ് ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് സിമ്പിളാണെന്ന് മനസ്സിലാക്കി അവരതിനെ ഈസി ടു ലേൺ ലാംഗ്വേജാണ്. സോ അവർ നോർമൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വില്യം എന്ന് പറയുന്നത് മോർ പവർഫുള്ളാണ്. ആൻഡ് വില്യമിൻ്റെ കസിനാണ് ഇംഗ്ലണ്ടിലെ കിങ് എഡ്വേർഡ്. ഓക്കെ, അപ്പോൾ ഈ എഡ്വേർഡ് ഹി ഹാഡ് നോ സൺ ടു ഓക്കുപ്പൈ ദി ത്രോൺ അല്ലേ. അടുത്ത ത്രോൺ കൈമാറാനായിട്ട് എഡ്വേർഡിന് സണ്ണൊന്നുമില്ല. സോ എഡ്വേർഡ് എന്ത് ചെയ്തു, വില്യമിന് പ്രോമിസ് ചെയ്യുകയാണ് ടു മേക്ക് വില്യം ആസ് ഹിസ് എയർ എന്ന് അല്ലേ. അനന്തരാവകാശി, ഇംഗ്ലണ്ടിൻ്റെ അടുത്ത രാജാവ് ആര് തന്നെയാണ്, വില്യം തന്നെയാണെന്ന് ആര് പ്രോമിസ് ചെയ്തു, എഡ്വേർഡ് വില്യമിനോട് പ്രോമിസ് ചെയ്തു. ബട്ട് ഓൺ ഹിസ് ഡെത്ത് ബെഡിൽ വെച്ച് എഡ്വേർഡ് എന്ത് ചെയ്യുന്നു, ഗ്രാൻഡഡ് ദ കിങ്ഡം ടു ഹാരോൾഡ്. ഹാരോൾഡ് എന്ന് പറയുന്ന പവർഫുൾ ഇംഗ്ലീഷ് നോബൽ ഫാമിലിയുടെ ഹെഡാണ്. ഓക്കെ, പക്ഷേ ഈ ഡെത്ത് ബെഡിൽ വെച്ച് ഇങ്ങനെ എഡ്വേർഡ് ഹാരോൾഡിനെ എന്ത് ചെയ്തു, ഈ ഒരു കിങ്ഡം കൊടുക്കാമെന്ന് ഗ്രാൻഡ് ചെയ്യുന്നു. ഇംഗ്ലീഷ് നാഷണൽ അസംബ്ലിയും ഹാരോൾഡിനെ ചൂസ് ചെയ്യുന്നു ആസ് ദ നെക്സ്റ്റ് കിങ് ഓഫ് ഇംഗ്ലണ്ട് എന്ന്. ബട്ട് വില്യം എന്ത് ചെയ്യുന്നു, ക്ലെയിം ചെയ്യുന്നു എഡ്വേർഡ് ഹാഡ് റെക്കഗ്നൈസ്ഡ് ഹിം ആസ് ദി കിങ് ഓഫ് ഇംഗ്ലണ്ട് എന്ന്. ബട്ട് ഇംഗ്ലീഷ് നാഷണൽ അസംബ്ലി അത് റിജക്റ്റ് ചെയ്യുന്നു. വില്യമിൻ്റെ ഡിമാൻഡ്, വെൻ ഹിസ് ഡിമാൻഡ് വാസ് നോട്ട് അക്സെപ്റ്റഡ്, വില്യം ലാൻഡഡ് ഹിസ് ആർമി ഇൻ ടു ഇംഗ്ലണ്ടിലേക്ക് വരിക. ആൻഡ് ഹാരോൾഡിന് ആ ടൈമിൽ അവിടെയുള്ള നോബൽ പീപ്പിളിൻ്റെ പോലും സപ്പോർട്ട് ആർക്ക് കിട്ടുന്നില്ല, ഹാരോൾഡിന് കിട്ടുന്നില്ല. അങ്ങനെ വില്യം ഹാരോൾഡിനെ ഡിഫീറ്റ് ചെയ്യുന്നു ഇൻ ദി ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് ഇൻ 1066. ആൻഡ് വില്യം ദി കോൺകറർ ബിക്കെയിം ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. വില്യം ദി കോൺകറർ ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയാൻ കാരണം ഇംഗ്ലണ്ട് ആ ഒരു ടൈമിൽ ഓർഡർലെസ് ആയിരുന്നു അല്ലേ. അതിപ്പോൾ അഡ്മിനിസ്ട്രേഷൻ നോക്കിയാലും പിന്നെ ഈ റെപ്രസെൻറ്റേറ്റീവ് അസംബ്ലീസും യൂണിവേഴ്സിറ്റീസും എന്ത് തന്നെ നോക്കിയാലും ലോയൊക്കെ നോക്കിയാലും ഓർഡർലെസ് ആയിരുന്നു. അതുപോലെ പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ കൊടുക്കുകയാണ് നോർമൻസ് അല്ലേ. അപ്പോൾ ഓർഡർലെസ് ആയ ഇംഗ്ലണ്ടിനെ ഓർഡറിലേക്ക് കൊണ്ടുവരുന്നു നോർമൻസ് എന്നുള്ളതാണ്. അതുപോലെ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത് നോർമൻസ് ഇംഗ്ലണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഫ്യൂഡൽ സിസ്റ്റം എന്ന് അനുസരിച്ച് കിങ് ഈസ് ദി ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. ഓക്കെ, ആൻഡ് അതിനുശേഷം ബാരൺസും നോബിൾസും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് വരുന്നത് കിങ് വാസ് ദി സുപ്രീം ലോർഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടെനൻസ് ഇൻ ചീഫ് വെയർ ബാരൺസ് ആൻഡ് നൈറ്റ്സ് ആൻഡ് നെക്സ്റ്റ് ഈസ് സബ് ടെനൻസ്. ഓക്കെ, സബ് ടെനൻസിൽ വരുന്നത് ലെസർ ബാരൻസ്, ലെസർ നൈറ്റ്സ് ഒക്കെ വരുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഏതാ, പെസൻസ് ഓർ സെർഫ്സ് എന്ന് പറയാം. ദേ ഫോം ദ ബേസ് ഇൻ ദി ഫ്യൂഡൽ സിസ്റ്റം. ദേ ആർ ബൗണ്ട് ടു ദി സോയിൽ അല്ലേ. മണ്ണിനോട് ചേർന്ന് കിടക്കുന്നവർ, അവർ എന്താ ഹെവി ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നു. അതുപോലെ അവർക്ക് വേജസ് ഒന്നും കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ഏറ്റവും പൂവർ കണ്ടീഷനിലുള്ളവരായിരുന്നു ആ സമയത്ത് പെസൻസ് എന്ന്. അപ്പോൾ ഈ കോൺക്വേർഡ് ആയിട്ടുള്ള സാക്സൺസ് അല്ലേ, ഇംഗ്ലീഷ് പീപ്പിൾ ഏതിൻ്റെ ലെവലിലേക്ക് മാറി, റെഡ്യൂസ്ഡ് ടു സെർഫ്ഡം, സ്ലേവ്സിനെ പോലെ ആയിട്ട് മാറി. നോർമൻസ് ആണ് ഹൈ പോസ്റ്റ് ഇവിടെ ചർച്ചിലും ഗവൺമെൻറ്റിലും. ആൻഡ് ദേ ട്രീറ്റഡ് ദി സാക്സൺസ് വിത്ത് കണ്ടംപ്റ്റ്. സാക്സൺസിനെ വളരെ കണ്ടംപ്റ്റോടു കൂടി ട്രീറ്റ് ചെയ്യുമായിരുന്നു ആരാ, നോർമൻസ്. ഓക്കെ, അതുപോലെ നോർമൻ കോൺക്വസ്റ്റിലൂടെയാണ്
ഈ നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ് ലാംഗ്വേജിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഒരുപാട് വേർഡ്സ്, ഇംഗ്ലീഷ് ക്ലംസി ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലേ ആ ടൈമിൽ. ഫ്രഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായതുകൊണ്ട് ഫ്രഞ്ച് ലാംഗ്വേജിനെ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ്, ഇംഗ്ലീഷിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഫോർ സം ഇയേഴ്സ് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് നോർമൻ ഫ്രഞ്ച് വെയർ സ്പോക്കൺ സൈഡ് ബൈ സൈഡ്. സം ഇയേഴ്സ് ഏതാ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കോമൺ പീപ്പിൾ സാക്സൺസിൻ്റെ ലാംഗ്വേജും, പിന്നെ ഫ്രഞ്ച് എന്ന് പറയുന്നത് അവിടെ ആരുടെ, കിങ്ങിൻ്റെ ലാംഗ്വേജ്, നോബൽസിൻ്റെയൊക്കെ ലാംഗ്വേജ് എന്തായിരുന്നു, ഫ്രഞ്ച് ആയിരുന്നു. കോമൺ പീപ്പിൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മാത്രമായിരുന്നു ഇംഗ്ലീഷ്. ഫോർ സം ഇയേഴ്സ് ഇംഗ്ലീഷും ഫ്രഞ്ചും സൈഡ് ബൈ സൈഡ് യൂസ് ചെയ്യുമായിരുന്നു. ആൻഡ് ഫ്രഞ്ച് വാസ് ദ ലാംഗ്വേജ് ഓഫ് കോർട്ട്, കോർട്ടിൻ്റെ ലാംഗ്വേജ്, അപ്പർ ക്ലാസ്സിൻ്റെ ലാംഗ്വേജ് ഒക്കെ ഫ്രഞ്ച് ആയിരുന്നു. ആൻഡ് ലാറ്റിൻ എന്ന് പറയുന്നത് സ്കോളേഴ്സിൻ്റെ ലാംഗ്വേജ് അല്ലേ. ലാറ്റിൻ ചർച്ചിൻ്റെ ലിത്താജിക്കൽ പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതായിരുന്നു, ലാറ്റിൻ ആയിരുന്നു. ഓക്കെ, ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് ആ ടൈമിൽ ഗ്രേറ്റർ പ്രസ്റ്റീജ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് എൻജോയ് ചെയ്തത്. ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വിച്ച് റിമൈൻ ഓൺലി ആസ് എ സ്പോക്കൺ ലാംഗ്വേജ് ആൻഡ് വിച്ച് ദോ സപ്രസ്ഡ് അബൌട്ട് 200 ഇയേഴ്സ്. ഈ രണ്ട് ലാംഗ്വേജസ് മെർജ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് മാറുകയാണ്, മിഡിൽ ഇംഗ്ലീഷിലേക്ക് മാറുകയാണ്. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷിൽ നിന്ന് മിഡിൽ ഇംഗ്ലീഷിലേക്ക് മാറുന്നു. ഓക്കെ, ഇംഗ്ലീഷ്മെൻ എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ഫ്രഞ്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെസൻസ് പോലും ഇംഗ്ലീഷിന് പകരം ഫ്രഞ്ച് വേർഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെനി കോമൺലി യൂസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ് ആർ ഓഫ് ഫ്രഞ്ച് ഒറിജിൻ. അപ്പോൾ ഇതാണ് ലാംഗ്വേജിലായാലും ഇംഗ്ലണ്ടിലെ പൊളിറ്റിക്സിലായാലും ഈ നോർമൻസിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് വരുന്നത് ഈ പ്ലാന്റജനറ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് അതിന് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് മാഗ്ന കാർട്ട ഓഫ് 1215, അതായത് 1215 ഗ്രേറ്റ് ചാർട്ടർ എന്ന് പറയാം. മാഗ്ന കാർട്ട ഓർ ഗ്രേറ്റ് ചാർട്ടർ. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ലാറ്റിനിലാണ് ഈ മാഗ്ന കാർട്ട എഴുതുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് മെയ്ഡ് ബൈ ദ ഇംഗ്ലീഷ് പീപ്പിൾ ടു സേഫ് ഗാർഡ് ദെയർ ലിബർട്ടി അല്ലേ. ഇതെന്ന് പറയും മാഗ്ന കാർട്ട ഓർ ഗ്രേറ്റ് ചാർട്ടർ ഓഫ് 1215 എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് മെയ്ഡ് ബൈ ദ ഇംഗ്ലീഷ് പീപ്പിൾ നടത്തിയ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇൻ ഓർഡർ ടു സേഫ് ദെയർ ലിബർട്ടി. അവരുടെ ഫ്രീഡം, അവരുടെ ലിബർട്ടി സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പീപ്പിൾ നടത്തുന്ന ആ ഒരു അറ്റംപ്റ്റ് ആണ് ഏതാ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മാഗ്ന കാർട്ട ഓഫ് 1215 എന്ന് പറയുന്നത്. ഓക്കെ, കിങ്ങിൻ്റെ പവേഴ്സിനെ ലീഗലി ലിമിറ്റ് ചെയ്തിട്ട് അവരുടെ പ്രിവിലേജസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിലൊന്ന് നോക്കിയേക്കണം. അടുത്തതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിലടുത്ത് വാർ ഓഫ് റോസസ്, 100 ഇയേഴ്സ് വാർ, ബ്ലാക്ക് ഡെത്ത്, പെസൻസ് റിവോൾട്ട്. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത് നെക്സ്റ്റ് വരുന്നത് ലൊല്ലാർഡ് മൂവ്മെൻറ്റ്. ഓക്കെ, ലൊല്ലാർഡ് മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് വാർ ഓഫ് റോസസ് ഒക്കെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആ മൊഡ്യൂൾ ഏകദേശം അത്രയും വരുന്നത്. വാർ ഓഫ് റോസസ് ഒക്കെ ജസ്റ്റ് നോക്കുക. പിന്നെ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എക്സിസ്റ്റഡ് ഫ്രം 1100 to 1500 വരെ. 1100 to 1500 വരെയാണ് ഇത് വരുന്ന മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. അപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രാൻസിഷൻ പീരീഡ് ബിറ്റ്വീൻ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറയാം. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ഇസ് ദ വൈഡ് വെറൈറ്റി ഓഫ് ഡയലക്ട്സ്. ഓക്കെ, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ഡയലക്ട്സ് എന്ന് പറയുന്നത് മെയിൻലി 3 ഗ്രൂപ്പ്സ്, സദേൺ ഗ്രൂപ്പ്, നോർത്തേൺ ഗ്രൂപ്പ് ആൻഡ് മിഡ്ലാൻഡ് ഗ്രൂപ്പ്. മിഡ്ലാൻഡ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ദ ഡയലക്ട്സ് ഓഫ് ദ വാസ്റ്റ് സെൻട്രൽ ഏരിയ, the north of Thames and south of Humber, and this Midland group can be subdivided into East Midland, West Midland, North Midland, South Midland and Central Midland. Of these, East Midland dialect, which is spoken in the London area, came to be accepted as the King's language. East Midland ആണ് ആ ഒരു സുപ്രീം ഡയലക്റ്റ് ആയിട്ട് മാറിയത് മിഡിൽ ഇംഗ്ലീഷ്. നമ്മൾ ഓൾഡ് ഇംഗ്ലീഷിൽ നോക്കിയപ്പോൾ വെസ്റ്റ് സാക്സൺ ഡയലക്റ്റാണ്, മിഡിൽ ഇംഗ്ലീഷിൽ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട്. സോ മെനി റീസൺസ് ആർ ദെയർ. കിങ്ങിൻ്റെ ലാംഗ്വേജ് ഈസ്റ്റ് മിഡ്ലാൻഡ് ആയിരുന്നു. പിന്നെ ചോസർ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി, എംപ്ലോയിഡ് ദിസ് ഡയലക്ട് ഫോർ ഹിസ് പൊയറ്റിക്കൽ കോമ്പോസിഷൻസ്. ആൻഡ് ഇംഗ്ലണ്ടിലെ ഫേമസ് യൂണിവേഴ്സിറ്റീസ്, ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസ് യൂസ്ഡ് ദിസ് ഡയലക്ട്. ആൻഡ് സോ ദിസ് ഡയലക്ട് ബിഗെയിം ദി സുപ്രീം ഡയലക്ട്. ഓക്കെ, അത് മാത്രമല്ല വില്യം കാക്സ്റ്റൺ പ്രിൻറ്റഡ് ഹിസ് ഏർലിയസ്റ്റ് ബുക്സ് ഇൻ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട്. അങ്ങനെ
ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് എന്തായി മാറി? ഏറ്റവും സുപ്രീം പൊസിഷൻ എൻജോയ് ചെയ്യുന്ന ആ ഒരു ഡയലക്റ്റായിട്ട് മാറുകയാണ്. പിന്നെ വില്യം കാക്സ്റ്റൺ പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1476-ലാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ലേമൺസ് ബ്ലഡ് ഡ്യൂറിങ് ദ ഏർലി പാർട്ട് ഓഫ് ദ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് നോ സിഗ്നിഫിക്കൻറ്റ് വർക്ക് വാസ് റിട്ടൺ എന്ന്. അതായത് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൻ്റെ ഏർലി പാർട്ട് അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർക്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലേമൺസ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു പോമുണ്ട്, അത് ഒരു 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുന്നത് വിച്ച് വാസ് റിട്ടൺ ബൈ ലയമൺ. ആൻഡ് പിന്നെ ഒരു സർ ഗവൈൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ്, ഇതൊക്കെ ഫേമസ് പോംസ് ആണ്. ഇതാ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൻ്റെ ഏർലി പാർട്ട്. ദി ഔൾ ആൻഡ് ദ നൈറ്റിംഗേൽ. ഓക്കെ. പിന്നെ ദ കുക്കു സോങ്, സ്പ്രിംഗ് ടൈം, ഇതൊക്കെ സെക്കുലാർ ലിറിക്സ് ആണ്. കുക്കു സോങ് സ്പ്രിംഗ് ടൈമും. പിന്നെ നമ്മൾ ആസ് എ പോയറ്റ് എന്നുള്ള രീതിയിൽ മിഡിൽ ഇംഗ്ലീഷിൽ മെൻഷൻ ചെയ്യുക ചോസർ, ജെഫ്രി ചോസർ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ആൻഡ് ഹി വാസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ. അപ്പോൾ ഷേക്സ്പിയർ ഏർലിയസ്റ്റ് റൈറ്റർ ബിഫോർ ഷേക്സ്പിയർ എന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അത് ചോസറാണ്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ചോസറാണ്. ഈ ചോസറിൻ്റെ സ്റ്റാൻഡിങ് മോണുമെൻ്റ് എന്ന് പറയുന്ന വാക്കാണ് ദ കാൻറ്റർബറി ടേൽസ്. കാൻറ്റർബറി ടേൽസിന് അത് സെപ്പറേറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, കാൻറ്റർബറി ടേൽസ് എന്താന്ന്. പിന്നെ ചോസറിൻ്റെ ലിറ്റററി കരിയർ ഡിവൈഡഡ് ഇൻടു 3 periods. ഫസ്റ്റ് വൺ ഫ്രഞ്ച്, സെക്കൻഡ് ഇറ്റാലിയൻ, തേർഡ് ഇംഗ്ലീഷ് പീരീഡ്. ഇംഗ്ലീഷ് പീരീഡിലാണ് ചോസർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൈറ്റിങ്സിലേക്ക് പോയത്. ഫ്രഞ്ച് പീരീഡിലെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് റൈറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് വർക്ക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എഴുതുന്ന വർക്ക്സുകളാണ്. ബുക്ക് ഓഫ് ഡച്ചസ്, റോമണ്ട് ഓഫ് ദ റോസ് ഒക്കെ വരുന്നത് അതിലാണ്. ഇറ്റാലിയൻ പീരീഡിലാണ് ഇറ്റാലിയൻ റൈറ്റേഴ്സ്, ലാറ്റിൻ റൈറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എഴുതുന്ന ബൊക്കാഷ്യോസ്, ഡെക്കാമറോൺ, ഡാൻഡേസ് ഡിവൈൻ കോമഡിയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ചോസറിൽ വരുന്നു. ഇംഗ്ലീഷ് പീരീഡിലാണ് ചോസർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതുന്നതും. ആ ടൈമിലാണ് ചോസർ കാൻറ്റർബറി ടേൽസ് എന്ന് പറയുന്ന വാക്ക് എഴുതുന്നത്. അപ്പോൾ കാൻറ്റർബറി ടേൽസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ വരാം. പിന്നെ ചോസർ കാൻറ്റർബറി ടേൽസിന് ഒരു പ്രൊലോഗ് കൂടെ എഴുതിയിട്ടുണ്ട്. പ്രൊലോഗിന് പോർട്രേറ്റ് ഗാലറി എന്നുള്ളൊരു ഡ്രൈഡൻ പ്രൊലോഗിനെ പറഞ്ഞിട്ടുണ്ട് ഹിയർ ഈസ് ഗോഡ്സ് പ്ലെൻറ്റി എന്ന്. പിന്നെ പ്രൊലോഗിന് മെയിനായിട്ട് പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ പോർട്രേറ്റ് ഗാലറി ഓഫ് പിൽഗ്രിംസ് എന്ന്. ഓക്കെ. പിന്നെ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയാണ് ചോസർ ഈ ഒരു പ്രൊലോഗിലൂടെ ഡീൽ ചെയ്യുന്നത്. പിന്നെ അതർ പോയിറ്റ്സ് എന്ന് പറയുന്നത് വില്യം ലാംഗ്ലൻഡും ജോൺ ഗവർ. വില്യം ലാംഗ്ലൻഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഏതാ? പിയേഴ്സ് ദ പ്ലോമാൻ. ജോൺ ഗവർ ഹി വാസ് എ സ്കോളർ ആൻഡ് he wrote 3 works in 3 different languages അല്ലേ? ഓക്സ് ക്ലമാൻഡിസ്, കൺഫെഷ്യോ അമാൻഡിസ്, ഇതൊക്കെയാ ആരാ? ദിസ് ജോൺ ഗവർ. ജോൺ ഗവറിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഓക്സ് ക്ലമാൻഡിസ്, കൺഫെഷ്യോ അമാൻഡിസ്. പിന്നെ ഒരു വർക്ക് കൂടെ ഉണ്ടല്ലോ, സ്പെക്കുലം മെഡിറ്റാൻഡിസ്. ഓക്കെ. സ്പെക്കുലം മെഡിറ്റാൻഡിസ്, ഓക്സ് ക്ലമാൻഡിസ് ആൻഡ് കൺഫെഷ്യോ അമാൻഡിസ്, ഇതൊക്കെ ദിസ് ജോൺ ഗവറിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകൾ. കൺഫെഷ്യോ അമാൻഡീസ് വിച്ച് വാസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. കൺഫെഷ്യോ അമാൻഡീസ് ആണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ മിഡിൽ ഇംഗ്ലീഷ് പ്രോസ് പറയുമ്പോൾ നമ്മൾ നോട്ടബിൾ റൈറ്റേഴ്സ് എന്ന് മെൻഷൻ ചെയ്യുന്ന ഫസ്റ്റ് വൺ എപ്പോഴും ജോൺ വൈക്ലിഫാണ്. ജോൺ വൈക്ലിഫിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈബിൾ ട്രാൻസ്ലേഷൻ. ഹി ട്രാൻസ്ലേറ്റഡ് ലാറ്റിൻ ബൈബിൾ ഇൻറ്റു ഇംഗ്ലീഷ് എന്നുള്ളതാണ് ജോൺ വൈക്ലിഫിൻ്റെ കോൺട്രിബ്യൂഷൻ. ബൈബിൾ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലും ഇത് നിങ്ങൾ എഴുതേണ്ടി വരും, ജോൺ വൈക്ലിഫ്. പിന്നെ തോമസ് മെലോറി, സൺ ജോൺ മാൻഡബൽ. ഓക്കെ. ഫേമസ് ആയിട്ടുള്ള മിഡിൽ ഇംഗ്ലീഷ് പ്രോസ് റൈറ്റേഴ്സ്. അപ്പോൾ വില്യം കാക്സ്റ്റൺ പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും മിഡിൽ ഏജസിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ്. വില്യം കാക്സ്റ്റൺ ഹി പ്രിൻറ്റഡ് ബുക്സ് ഇൻ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട് വിച്ച് ലേറ്റർ ബിക്കെയിം സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഈ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റാണ് ലേറ്റർ എന്തായിട്ട് മാറുന്നു? സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായിട്ട് മാറുന്നത്. ഓക്കെ. നിങ്ങളുടെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലെ ഏകദേശം പോർഷൻസൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമ വരുമ്പോൾ നമ്മൾ മിസ്റ്ററി പ്ലേസ്, മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസിന് മെൻഷൻ ചെയ്യുക. മിസ്റ്ററി പ്ലേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡെൽറ്റ് വിത്ത് ദ സ്റ്റോറീസ് ടേക്കൺ ഫ്രം ബൈബിൾ അല്ലേ? ബൈബിൾ സ്റ്റോറീസ് ആ മിസ്റ്ററി പ്ലേസിൽ വരുന്നത്. മിറാക്കിൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡീൽസ് വിത്ത് ദി ലൈഫ്സ് ഓഫ് സെയിൻസ്, സന്യാസിമാരുടെ ലൈഫ്സിനെ കുറിച്ച് പറയുന്ന സ്റ്റോറീസ് ആണ് ഏതാ? മിറാക്കിൾ പ്ലേസ്. മൊറാലിറ്റി പ്ലേ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കൈൻഡ് മോറൽസ് ഉള്ള പ്ലേ മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നു. ഇൻ്റർലൂഡ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ഇൻ്റർവെല്ലിൽ പ്രസൻറ്റ് ചെയ്യുന്ന കോമിക്കായിട്ടുള്ള പീസസിനെയാണ് ഇൻ്റർലൂഡ് എന്ന് പറയുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ജോൺ ഹെയ്വുഡിൻ്റെ 4 P's എന്ന് പറയുന്നത് ഇൻ്റർലൂഡിന് എക്സാമ്പിളാണ്. ഓക്കെ. ഇതൊക്കെയാണ് വരുന്നത് 4 P's ഇൻ്റർലൂഡിന് എക്സാമ്പിൾ.
ഇത് ഡ്രാമയിൽ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമ. പിന്നെ റിനൈസൻസ് ഉണ്ട് കേട്ടോ. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ റീബർത്ത് എന്നാ മീനിങ്. റീബർത്ത് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറാണ് റിനൈസൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിനൈസൻസിൻ്റെ ആ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് 1453 ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിളിനെ കോൺക്വർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ വിച്ച് വാസ് ദ ട്രഡീഷണൽ ഹോം ഓഫ് ഗ്രീക്ക് സ്കോളേഴ്സ് ആൻഡ് ക്ലാസിക്കൽ ലേണിംഗ് ആയിരുന്നു ഏതാ? കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ അവിടെ അസംബിൾ ചെയ്ത് ഗ്രീക്ക് സ്കോളേഴ്സ് ദേ ഫ്ലീ ടു അതർ യൂറോപ്യൻ കൺട്രീസ്. ദേ വെയർ വെൽക്കംഡ് ബൈ at first Italy and later other European countries. At first ഇറ്റലി വെൽക്കം ചെയ്യുകയാണ് ഈ റിനൈസൻസ് സ്കോളേഴ്സിനെ. അങ്ങനെ ഈ റിനൈസൻസ് സ്കോളേഴ്സ് ഇറ്റാലിയൻസിനോട് പറഞ്ഞു കൊടുക്കുക തിങ്ക് ഫോർ ദംസെൽസ് എന്ന്, എല്ലാം ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കണം എന്ന് ആരോട് പറഞ്ഞു കൊടുക്കുക? ഈ കോമൺ പീപ്പിളിനോട്, റിനൈസൻസ് സ്കോളേഴ്സ്. ഓക്കെ, ആരായിട്ട്? ഈ നമ്മുടെ ഗ്രീക്ക് സ്കോളേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഗ്രീക്ക് സ്കോളേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ഒരു ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നും റീസൺ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ഉള്ള ചേഞ്ചായി. എല്ലാവരും എല്ലാത്തിനെയും എന്ത് ചെയ്യാൻ തുടങ്ങി? ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് റിനൈസൻസിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം ആസ് ദ ട്രാൻസിഷൻ ഫ്രം ദ ഏജ് ഓഫ് ഫെയ്ത്ത് ടു ദ ഏജ് ഓഫ് റീസൺ. ഫെയ്ത്തിൽ നിന്നും റീസണിലേക്കുള്ള ഏജാണ് ഏതാ? റിനൈസൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പീപ്പിൾ ബിഗാൻ ടു ബേൺ വിത്ത് പാഷൻ ഫോർ ബ്യൂട്ടി ആൻഡ് ട്രൂത്ത്. ബ്യൂട്ടിയോടും ട്രൂത്തിനോടുമുള്ള പാഷൻ പീപ്പിളിൽ ഉണ്ടാകുന്നു. എല്ലാം ഒരു ഇൻ്റലക്ച്വൽ അവേക്കണിങ് ഉണ്ടാകുന്നു. റീസണബിളായിട്ട് എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ദി ലാർജസ്റ്റ് സെൻസ് ഇസ് എ പ്രോസസ് ഓഫ് ട്രാൻസിഷൻ ഇൻ യൂറോപ്പ് ഫ്രം ദ മിഡീവിയൽ ടു മോഡേൺ ഓർഡർ. മിഡീവിയലിൽ നിന്നും മോഡേൺ ഓർഡറിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിനൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ജർമ്മനി ഇറ്റ് നറിഷ്ഡ് എ സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം ആൻഡ് എൻക്വയറി. ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും റിനൈസൻസ് എന്ത് നറിഷ് ചെയ്യുകയാണ്? എ സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം ആൻഡ് എൻക്വയറി വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു റെഫോർമേഷൻ. ഇത് അവസാനം എന്തിലേക്ക് ലീഡ് ചെയ്തു? റെഫോർമേഷനിലേക്ക് ലീഡ് ചെയ്തു. ഫുൾ ഫ്ലഡ് ഓഫ് റിനൈസൻസ് ഇംഗ്ലീഷ് ഓറിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് റീച്ച് ചെയ്യുന്ന ലേറ്റ് 15th സെഞ്ചുറിയിലാണ്. ഫസ്റ്റ് റിനൈസൻസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് റിഫോമേഴ്സ്, ജോൺ കോളൻ, സർ തോമസ് മോർ ആൻഡ് ഇറാസ്മസിൻ്റെ വർക്ക് പ്രൈസ് ഓഫ് ഹോളി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജോൺ കോളൻ, ഹി വാസ് ദ ഡീൻ ഓഫ് സെയിൻറ്റ് പോൾ കത്തീഡ്രൽ. ഹി ഫൗണ്ടഡ് എ ഗ്രാമർ സ്കൂൾ, സെയിൻറ്റ് പോൾസ് ഗ്രാമർ സ്കൂൾ, ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ക്ലാസിക്കൽ സ്റ്റഡീസ്. ഓക്കെ, പിന്നെ സർ തോമസ് മോർ നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സർ തോമസ് മോറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാക്ക് ഏതാണ്? യൂട്ടോപ്പിയ എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, അതൊരു ഐഡിയൽ സ്റ്റേറ്റിനെ ഇമാജിൻ ചെയ്യുകയാണ് തോമസ് മോർ യൂട്ടോപ്പിയയിലൂടെ. ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ലിറ്ററേച്ചറിലുള്ള ഇൻഫ്ലുവൻസ് ചോദിക്കുമ്പോൾ ക്ലാസിക്കൽ ലേണിങ് എന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. ലിറ്ററേച്ചറിൽ തന്നെ ന്യൂ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. പിന്നെ റിനൈസൻസ് എന്ന് പറയുന്നത് എലിസബത്തൻ ടൈമിലാണ്, എലിസബത്തൻ ഏജിലാണ് റിനൈസൻസ് അതിൻ്റെ ഹൈറ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, പ്ലേസും പ്രോസും പിന്നെ പോംസും ഒക്കെ സ്പെൻസറിൻ്റെയും മാർലോയുടെയും ഷേക്സ്പിയറിൻ്റെയും ബേക്കറിൻ്റെയും മിൽട്ടൻ്റെയും അവരുടെ വർക്സിലൊക്കെ എന്തിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്? റിനൈസൻസിൻ്റെ എലമെൻറ്റ്സ് വരുന്നു. അതുപോലെ യൂണിവേഴ്സിറ്റി വിറ്റ്സിൻ്റെ റൈറ്റിങ്സിനും ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് വരുന്നു. ഇതൊക്കെയാണ് റിനൈസൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ റിനൈസൻസ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്ക് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്കായിരുന്നു ഏതാ? റിനൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറ്റലി വാസ് ദ ക്രാഡിൽ ഓഫ് റിനൈസൻസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് റിഫോർമേഷൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് റിഫോർമേഷൻ. അപ്പോൾ റിഫോർമേഷൻ ഇറ്റ് വാസ് എൻ ഓഫ്